ഹായ് മെച്ചവരെ, അവിടെ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങളായി നമ്മളിങ്ങനെ വീഡിയോകൾ ചെറുതേനീച്ചയെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്കിങ്ങനെ മീറ്റർ ബോർഡിൽ നിന്നുള്ള ചെറുതേനീച്ച നമ്മൾ കിട്ടിയ കാര്യം നമ്മൾ എടുക്കുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കറണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ടിൽ നമ്മളധികം കൈകാര്യം ചെയ്യാൻ പോകരുത്. ഏതെങ്കിലും നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അവരെ സഹായത്തോടെ വേണം നമ്മളങ്ങനെ മീറ്റർ ബോർഡിൽ നിന്നുള്ള ചെറുതേനീച്ചയും ഒക്കെ നമ്മൾ പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 2 പ്രാവശ്യം എടുത്ത ഒരു മീറ്റർ ബോർഡിൽ ഒന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ ഞാനതൊരു തൽക്കാലം ഞാനൊരു 2 മീറ്റർ ബോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈച്ചയും പൂമ്പൊടിയും ചെറുതേനും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ കൂട് കാലിയാക്കിയതിന് ശേഷം വീണ്ടും അതിൽ വന്ന് കയറി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന കൂടുകളെ 2 കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. ഈ മീറ്റർ ബോർഡ് ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് തേനൊക്കെ എടുത്തതിന് ശേഷം ആ ബോക്സിൽ നിന്ന് തേന് താഴെ വീഴുന്ന് കിടക്കുന്ന കുറച്ച് താഴെ കിടപ്പുണ്ട് കേട്ടോ. ആ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ തേൻ എന്ന് പറയുന്നത് നല്ല പഴക്കം ചെന്ന തേനാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. എല്ലാ തേനും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മീറ്റർ ബോർഡിൽ ഒരെണ്ണമാണ് ഈ മീറ്റർ ബോർഡ്. അപ്പോൾ ഇതിന് ചുറ്റുപാടൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ മാറ്റിയ കൂടാണ് ഇതേ ഈ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ ഈച്ചകളെല്ലാം ഇതിനകത്ത് സെറ്റ് ആയതിന് ശേഷം നമ്മളിപ്പോൾ നോക്കിയപ്പോൾ വേറെ ഒരു കോളനി വന്ന് കയറിയതാണ് നമ്മളെ ഈ മീറ്ററിനകത്ത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരുപാട് ഈച്ച ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങും. അപ്പോൾ നമുക്കിനി അടുത്ത മീറ്റർ ബോർഡ് കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ 2ാമത്തെ മീറ്റർ ബോർഡ് നിങ്ങൾക്ക് ആ ഈച്ച ഇരിക്കുന്നതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ആൾ താമസമില്ലാത്തൊരു വീടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം നമ്മൾ 2 വർഷത്തിനിടയ്ക്കായിട്ട് 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈച്ച എടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ സപ്ലൈയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അതായത് മീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അത് കട്ട് ചെയ്ത് ഇവിടെ ആൾ താമസമില്ലാത്തതുകൊണ്ട് അവർ കട്ട് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്ന് മീറ്റർ ബോർഡ് വന്ന് തറയിൽ വിഴുന്ന് കിടന്ന് അങ്ങനെ അവരിത് കണക്ഷൻ എല്ലാം കട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വെറും ആ ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ തന്നെ അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. നല്ല സ്ട്രെങ്തുള്ള ഒരു കോളനിയാണ്. ഇപ്പോഴീ 3ാമത്തെ പ്രാവശ്യം ഈ ബോക്സിൽ വന്നിരിക്കുന്നത്. ഞാൻ വ്യക്തമായിട്ട് അതൊന്ന് കാണിച്ചു തരാം. അങ്ങനത്തെ ഈ മീറ്റർ ബോക്സിൽ നിന്നാണ് കേട്ടോ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള 2 കോളനി എനിക്ക് കിട്ടിയത്. ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് 3ാമത്തതാണ്. നല്ല സ്ട്രെങ്തുള്ള കോളനിയാണ്. അത് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി കൂടുമായിരുന്നു. അതിനകത്തുനിന്ന് ധാരാളം തേനൊക്കെ എനിക്ക് അന്ന് ലഭിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ അന്ന് ഞങ്ങൾ ഈ കൂട് പൊളിച്ച്, അതായത് ഈ മീറ്റർ ബോക്സ് തുറന്ന് ഇതിനകത്തുനിന്ന് നമ്മൾ ആ ഈച്ചയൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ, അത് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഭിത്തികളിൽ നിന്നാണെങ്കിലും നമ്മളിതേപോലെ പൊട്ടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട്, അതായത് ഈച്ചയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മളവിടെ എന്തെങ്കിലും പുറമേ ഒരു ബൈൻഡോ എന്തെങ്കിലും വെച്ച് അതിരിക്കുന്ന ആ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാതെ ഒരു ചെറിയൊരു എൻട്രൻസ് ഭാഗം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് ഇതേപോലെ ഈച്ച വന്ന് അതിനകത്ത് സെറ്റായിരിക്കും. ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് ഇതിൽ ഈച്ച ഒരുപാട് പുറത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ഒരു കൂട്ടിൽ നിന്നുള്ള ഈച്ച ഇവിടെ വന്ന് ഈ കൂട്ടിലേക്ക് കയറാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു അഡീഷണൽ ഒരു കെണിക്കൂട് പോലെ നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാനതങ്ങ് ഇത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മച്ചം വരെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.